എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഫുഡിൻ്റെ റെസിപ്പി എന്നല്ല കേട്ടോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു ഔട്ടിങ് പോയി. അത് പോയത് അതിരപ്പള്ളി വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതിരപ്പള്ളി വാട്ടർഫോൾ കാണുന്നത്. അപ്പോൾ ആ യാത്ര നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഞാൻ എന്നെയും എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാട്ടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ആരെയും കാട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ 2 മാസത്തോളമായി ഞാൻ വീഡിയോസൊന്നും ഇടാറില്ല. ഇപ്പോൾ 2 മാസമായി എൻ്റെ കല്യാണം കഴിഞ്ഞ ഓഗസ്റ്റ് 25-നായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ അതിൻ്റെ തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. 12 ആൾക്കാർ കൂടിയിട്ടാണ് ഈ ട്രിപ്പിന് പോയത്. എൻ്റെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ട്രിപ്പിന് പോയ ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ ആ വെക്കേഷനാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ കാണാൻ. പിന്നെ നല്ല റോഡായിരുന്നു. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. യാതൊരു പ്രശ്നങ്ങളില്ലാത്തൊരു ടൈമിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ ട്രിപ്പിന് പോകുമ്പോൾ വണ്ടിയിൽ കയറുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഇക്കാൻ്റെ മക്കളുണ്ട്, പിന്നെ എൻ്റെ ഭാബിമാരുണ്ട്, എൻ്റെ മാമയുണ്ട്, പിന്നെ ബാബിയുടെ ഒരു ബ്രദറുണ്ട്, പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രിപ്പിൽ എൻ്റെ കസിൻ സിസ്റ്റർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളും ഹസ്ബൻഡും ബേബിയും അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അവർ ഞങ്ങൾ ട്രിപ്പിൽ മിസ് ചെയ്തിട്ടുണ്ട്, അത് പ്രത്യേകം പറയാണ്ട്. പിന്നെ എൻ്റെ സെക്കൻഡ് ബ്രദറും വന്നിട്ടില്ല, ആൾ എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ നല്ല മിസ് ചെയ്യുന്നുണ്ട് ഈ ട്രിപ്പിൽ. അപ്പോൾ ഇവരെല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഈ ടൂറ് പോകുന്ന ടൈമിൽ എനിക്ക് ഫുള്ളി ഹെൽത്തി ആയിരുന്നില്ല. വൊമിറ്റിംഗ് ടെൻഡൻസിയും അതുപോലെ ഫുഡിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് തീരെ വയ്യാത്ത ടൈമിലായിരുന്നു ഈ ടൂറ് പോയത്. പിന്നെ ഈ ടൂറ് പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വയ്യെങ്കിലും മരുന്നൊക്കെ കഴിച്ചിട്ട് ഈ ടൂറിന് ഞാൻ പോയത്. അപ്പോൾ നല്ല സ്ഥലമായിരുന്നു കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇപ്പോൾ മുമ്പ് കണ്ടിട്ടുള്ളവർക്കൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിരപ്പള്ളി വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട്. പിക്ചേഴ്സും വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പോവാത്തതുകൊണ്ട് അവിടെ എങ്ങനെയാണ് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പകുതി എത്തിയപ്പോഴാണ് നല്ല സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ മറ്റുള്ളവരും പറഞ്ഞ് നിനക്ക് വീഡിയോ എടുത്തൂടെ, നിനക്ക് യൂട്യൂബിൽ ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാരണം അവിടെ എത്തണ വരെ പോണ വഴി മൊത്തം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്ത് എൻ്റെ ഫോണിൽ ചാർജൊക്കെ തീർന്ന് ലാസ്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള അതിരപ്പള്ളിയുള്ള വാട്ടർഫോളിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എടുത്തുള്ള വീഡിയോസൊക്കെ എടുത്തത്. എനിക്ക് മെയിനായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോണ വഴിയിലൊക്കെ കുഞ്ഞു ഹോട്ടലുകളുണ്ട്, വലിയ റിസോർട്ടുകളുണ്ട്, അങ്ങനെ എല്ലാതുണ്ട്. പിന്നെ പെട്രോൾ പമ്പുകളൊക്കെ കുറേ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ ഒരു ചേച്ചി മീൻ നന്നാക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. എങ്ങോട്ട് ഉള്ളതാണെന്ന് അറിയില്ല, വീട്ടിലേക്കുള്ളതാണോ അത് വല്ല ഹോട്ടലിലേക്കോ തട്ടുകടയൊക്കെ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ കുഞ്ഞു ഹോട്ടലുകൾ, തട്ടുകട അതൊക്കെ കുറേ അധികം തന്നെ ഉണ്ട് റോട്ടിൽ. പിന്നെ നല്ല റോഡായിരുന്നു, നാശമാവാത്ത നല്ല നീറ്റായിട്ടുള്ള റോഡായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ മൊത്തം കുറേ നോട്ടീസ് ബോർഡ് വെച്ചിട്ട് ഫുൾ പ്ലാസ്റ്റിക്കിൻ്റെയും അതുപോലെ പ്രകൃതി സംരക്ഷിക്കണം, പിന്നെ ടിക്കറ്റിൻ്റെ പ്രൈസ്, അങ്ങനെ കുറേ നോട്ടീസുകൾ അവിടെ കേരള വനവകുപ്പിൻ്റെ വക വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദറാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ബ്രദറാണ് പോണത്. ഞങ്ങൾ ടോട്ടൽ 12 ആൾക്കാർക്കുള്ള ടിക്കറ്റ് ആണ് എടുക്കുന്നത്. പിന്നെ പ്ലസ് വണ്ടിക്കുള്ള എക്സ്ട്രാ, വണ്ടി കൊണ്ടുപോകുന്നതിനുള്ള എക്സ്ട്രാ എന്തോ ഒരു ചാർജും കൂടി ടിക്കറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ആ സൈഡിൽ 2 മങ്കികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ബേബി മങ്കി ഉണ്ട്, മദർ മങ്കി ഉണ്ട്. അങ്ങനെ മങ്കീസൊക്കെ ആ ലെഫ്റ്റ് സൈഡിലുള്ള ട്രീയുടെ മുകളിലുണ്ട്. പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ എല്ലാ ഡെബിറ്റ് കാർഡ്സും ആക്സെപ്റ്റ് ചെയ്യുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ
ഫുൾ റേറ്റ് അവിടെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടോട്ടൽ 12 ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഇവിടെ കാട്ടിത്തരാമായിരുന്നു. ദെൻ ഞങ്ങൾ വണ്ടിയിൽ തന്നെ തിരിച്ച് കയറി. അപ്പോൾ ഞങ്ങൾ അവിടെ അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ അവിടെ എത്തി. ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിറയെ പോലീസുകാരുണ്ട് കേട്ടോ, വനംവകുപ്പിലത്തെ പോലീസുകാരാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ എൻട്രൻസിൽ തന്നെ നോക്കുമ്പോൾ കുറേ നോട്ടീസുകൾ കണ്ടു. അവിടെ അങ്ങനെ അതിൻ്റെ ഫുൾ മാപ്പ് ഡീറ്റെയിൽസ് അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ കാട് പോലത്തെ ഭാഗമായതുകൊണ്ട് കുരങ്ങന്മാർ കുറേ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കുരങ്ങനെ കണ്ട ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. കുരങ്ങനെ അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും അവിടെ ഒരു മങ്കി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളതിൻ്റെ എൻട്രൻസിൽ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഓണാശംസകൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഓണ വെക്കേഷനാണ് പോയിട്ടുണ്ടായിരുന്നത് അതിരപ്പള്ളി വാഴശാല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ അതിരപ്പള്ളി വാട്ടർഫാൾ ഇതുവരെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇത് ഓൾറെഡി കണ്ടിട്ടുള്ളവർക്ക് ഇതൊന്നും വിഷയമായിരിക്കില്ല. ഞാൻ ഇനി ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ കരുതിയിട്ടാണ് ഇതിൻ്റെ എൻട്രൻസും അങ്ങോട്ടുള്ള വഴി എല്ലാ ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. ഇതിൻ്റെ അവിടെ തന്നെ കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു കോഫി ഷോപ്പ്, കോഫി അതുപോലെ തന്നെ സ്നാക്സൊക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വല്ല സ്നാക്സൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ മങ്കികളുണ്ട് ഇത് നോക്കിയിരിക്കുന്നത്. ആ കുരങ്ങന്മാരൊക്കെ വന്നിട്ട് നമ്മളിൽ നിന്ന് തട്ടി പറിച്ച് കൊണ്ടുപോകുക, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം സാധനങ്ങൾ വാങ്ങാൻ. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് എത്രയും പെട്ടെന്ന് കഴിച്ച് തീർക്കുക, അല്ലെങ്കിൽ ബാഗിൽ വെക്കണം, അല്ലെങ്കിൽ നമ്മളുടെ പിന്നാലെ തന്നെ ഈ കുരങ്ങന്മാർ വരും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് നമ്മളുടെ ലേഡീസിൻ്റെ അതുപോലെ തന്നെ ജെൻസിൻ്റെ ഒക്കെ ടോയ്ലറ്റ് ഉള്ളത്. നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് ഒന്നല്ല, എന്നാലും എമർജൻസി കേസിലൊക്കെ പോകാൻ കഴിയുന്ന നമ്മൾ ദൂര ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ പോകാൻ കഴിയുന്ന വൃത്തിയുള്ള ടോയ്ലറ്റാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്നിട്ട് ആദ്യമായിട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നും കേട്ടിട്ടുണ്ട്, എന്നും വരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ടൈമിൽ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ നന്നായിട്ടൊരു മഴ പെയ്യുകയും ചെയ്തതാൽ ഞങ്ങൾ മൊത്തമായിട്ട് നനഞ്ഞു. മുൻപൊക്കെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞിരുന്നെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന ടൈമിലൊക്കെ അവിടെ കയറ് കൊണ്ട് കെട്ടിയിട്ട് ഇറങ്ങാനൊന്നും പാടില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ശിക്ഷ ഉണ്ട്, അതുപോലെ തന്നെ അപകടമാണ് എന്നൊക്കെ പ്രത്യേകം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരും ഇറങ്ങാനൊന്നും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ നല്ല വെള്ളമുണ്ട്, അതുപോലെ തന്നെ നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഉള്ളപ്പോൾ തന്നെ ഒരു പോലീസ് പോയിരുന്നു, വേറെ ഏതൊരു ഭാഗത്ത് ആരോ ഇതിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരും ഇതുപോലുള്ള അനർത്ഥങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഈ അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബംഗ്ലാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു വീട് പോലെ ഭയങ്കര നീട്ടിയിട്ട് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയുന്ന രീതിയിൽ വളരെ അടുത്ത് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഞങ്ങളീ പോയവർ തന്നെ രണ്ട് ആൾക്കാരായിട്ടാണ് ഇങ്ങനെ നടന്നു പോയിരുന്നത്. അതാണ് എല്ലാവരെയും കൂടിയിട്ട് ഒരുമിച്ച് കാണാത്തൊരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിൽ നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിലും നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതിരപ്പള്ളി. ഞങ്ങൾ പോയ ആ ഒരു ടൈമും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ നല്ല മഴക്കാറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ വേഗം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്ന്, അപ്പോഴേക്കും നല്ല മഴ പെയ്ത് എല്ലാവരും ഒരുവിധം നനഞ്ഞ്. ഞങ്ങളുടെ കയ്യിൽ കുടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരും നല്ല നനഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. അത് കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ
നേരെ വണ്ടിയിൽ കയറിയിട്ട് വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയി. പിന്നെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ കയറണമെന്നുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ കയറാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാഴച്ചാൽ എത്തുമ്പോഴേക്കും എല്ലാവരും ടയേർഡാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് കേട്ടോ വാഴച്ചാലിലേക്ക് വന്നത്. അപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഓൾമോസ്റ്റ് ടയേർഡായിട്ട് ഇനി തിരിച്ച് പോകാമെന്നൊക്കെ ഉള്ളൊരു സ്റ്റേറ്റിലായിരുന്നു ആ ടൈമിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഒരു ട്രിപ്പായിട്ട് അത് ക്യാൻസൽ ചെയ്യണ്ടല്ലോ, പിന്നെ അത് മാക്സിമം എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ഇതോട് കൂടിയിട്ട് അങ്ങനെ ആ ഒരു മനസ്സോട് കൂടിയിട്ടാണ് കേട്ടോ ടയേർഡാണെങ്കിലും ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ കുറേ നോട്ടീസുകളൊക്കെ വെച്ചിട്ടുണ്ട് ആ എൻട്രൻസിൽ തന്നെ. പുഴയിൽ ഇറങ്ങാൻ പാടില്ല, ഓൾറെഡി കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ എംപ്ലോയീസ് ഉണ്ട് ഇവിടെ. പിന്നെ നല്ല നല്ല തിരക്കുള്ളൊരു ടൈമായിരുന്നു. കൂടുതലും കണ്ടത് മലയാളികളല്ലാത്ത ഹിന്ദി, നോർത്ത് ഇന്ത്യൻസിനെ അതുപോലെ തമിഴ്സിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ കണ്ടത് അന്നത്തെ ദിവസം കേട്ടോ. പിന്നെ എല്ലാ മരത്തിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ഭക്ഷണം കളയരുത്, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത്, പിന്നെ വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യം ഇടുന്നത് ശിക്ഷാർഹമാണ്, അങ്ങനെ കുറേ നോട്ടീസുകൾ അവിടെ പോകുന്ന വഴിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ വാട്ടർഫോളിൻ്റെ അങ്ങോട്ട് കുറച്ചധികം തന്നെ ഒരു ഇറക്കം പോലെ നടക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് തിരിച്ചതൊക്കെ കയറണ്ടേ. അപ്പോൾ ആ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ 2 സൈഡുകളിലായിട്ടും ഇങ്ങനെ കൈ പിടിക്കാനുള്ള പാകത്തിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് 2 സൈഡിലും കാണുന്നത് നിറയെ മരങ്ങളാണ്. പിന്നെ എല്ലാ ഭാഗത്തും നമുക്ക് കുരങ്ങന്മാരെ കാണാൻ കഴിയും. അപ്പോൾ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് പോകുമ്പോൾ സൂക്ഷിക്കുക, കുരങ്ങന്മാർ തട്ടി പറിച്ചിട്ട് സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. കുറേയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ നല്ലോണം ടയേർഡ് ആവാൻ തുടങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഒരു വയസ്സായ നല്ലോണം ഏജ് ആയിട്ടുള്ള ഒരു അമ്മൂമ്മനുണ്ട്. എല്ലാവരും കൂടിയിട്ട് കൈ പിടിച്ചിട്ട് നടത്തി കൊണ്ടുവരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ പ്രചോദനമായിട്ട് ഫീൽ ചെയ്ത്. അപ്പോൾ പിന്നെ നടക്കന്നെ. അപ്പോൾ മാക്സിമം മെല്ലെ നടക്കാനൊക്കെ ശ്രമിച്ചു. പിന്നെ കുരങ്ങന്മാരുടെ കാര്യം പറയാൻ വേണ്ട, എല്ലായിടത്തും കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ലേഡീസിനുള്ള മൂത്രപ്പുരയും ജെൻസിനുള്ള മൂത്രപ്പുരമൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. കുഴപ്പമില്ലാത്ത മൂത്രപ്പുരയായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ തന്നെ കുഞ്ഞു ഷോപ്പുണ്ട്. അവിടെ വനവകുപ്പുകാർ നടത്തുന്നത് തന്നെ തോന്നുന്നുണ്ട്. അവിടെ വാട്ടർ ബോട്ടിൽ നമ്മൾ വാങ്ങിയത് തിരിച്ച് പോകുമ്പോൾ എൻട്രൻസിൽ കൊടുത്താൽ നമുക്ക് 10 രൂപ അവർ റീഫണ്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വേസ്റ്റ് അതൊന്നും അവിടെ ഇടരുത്. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നാലും ഒരു പാറ പോലെ കുത്തനായിട്ടുള്ള ഒരു ഇറക്കാനുള്ളത്. അവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കൂടെ മെല്ലെ നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ പക്ഷെ അതിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, പുഴയിലേക്ക് നമുക്ക് വെള്ളം തൊടാനൊന്നും പറ്റില്ല. അവിടെ ഓൾറെഡി പോലീസ് ഒരു കുഞ്ഞ് ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നല്ല കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ ടയേർഡായതുകൊണ്ട് അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് ആ ഫോട്ടോസൊന്നും ഇതിലിടുന്നില്ല കേട്ടോ. പിന്നെ നല്ല തിരക്കുള്ള സമയമായിരുന്നു. പിന്നെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല വെള്ളം കണ്ടില്ലേ, വെള്ളത്തിൻ്റെ ആ ഒരു ശക്തി കാരണം അവിടെ ഫുൾ അടിയിലേക്കുള്ള ഭാഗത്ത് മൊത്തം മഴ പെയ്യുന്ന പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം അടുത്ത് നിന്ന് കാണുന്നത്. പിന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന വീഡിയോയിലുള്ള ഭംഗി മാത്രമല്ല, ഇതിൻ്റെ അപ്പുറം നല്ല ഭംഗിയുണ്ട്. നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ, ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷെ അതൊന്നും ഈ ഫോൺ യൂസ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ അതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ അവിടെ ഓൾറെഡി കണ്ടില്ലേ 2 പോലീസുകാർ ഒരു ഹട്ടിൽ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ പേടിച്ചിട്ട് വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് അപകടങ്ങളൊന്നും ഇല്ലാതെ പോയി. അങ്ങനെ എല്ലാവരും സൂക്ഷിക്കുക അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കുറേ ആളുകൾ താഴെ നിൽക്കുന്നതായിട്ട് കണ്ട്. അപ്പോൾ താഴേക്ക് എങ്ങനെ പോകാൻ നോക്കി. അപ്പോൾ താഴേക്ക് ഇനി കുറേ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഞാനും എൻ്റെ മാമിയും ഓൾറെഡി നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടുവന്ന് ബാക്കി എല്ലാ ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അടിയിലേക്ക് പോയി. അപ്പോൾ ഈ അടിയിലത്തെ വീഡിയോയിൽ ഞാനുണ്ടായിരുന്നില്ല, അത് ഓൾറെഡി ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അത് നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നേരിട്ട് കാണാൻ ഭയങ്കരമായിട്ടുണ്ട്, ഇനി മിസ് ചെയ്തു എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്.
ഞാൻ വീഡിയോ കണ്ടപ്പോൾ സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട്. ആ വെള്ളം മഴ പെയ്ത പോലെയാണ് അവിടെ എല്ലാവരുടെ മേലായിട്ട്. അവിടെ നിന്ന് കയറി വരുന്ന ആളുകളുടെ മേലൊക്കെ ഫുള്ള് നനഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. എനിക്കും തോന്നി ശരിക്കും മിസ് ചെയ്തതെന്ന്. പക്ഷെ തീരെ നടക്കാൻ വയ്യാത്ത കാരണമാണ് ഞാൻ ആ ഭാഗത്ത് പോവാതിരുന്നത്. അപ്പം ഞങ്ങളുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനും അതുപോലെ റെസിപ്പീസൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.